ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനു സിംപ്ലി ബ്യൂട്ടി. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിൽ എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ബിഗിനേഴ്സിനായിട്ടുള്ള ഒരു ബേസിക് മേക്കപ്പ് പ്രോഡക്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിന് മാത്രമല്ല കേട്ടോ, അപ്പം ഓവർ മേക്കപ്പ് ഒന്നും ചെയ്ത് പോകാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും. അത്തരക്കാർക്ക് കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, വീഡിയോ സ്കിപ്പ് ചെയ്യാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അതായത് ഈ ബേസിക് മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം വേണ്ട മേക്കപ്പ് പ്രോഡക്ട്സുകളാണ്. അതായത് നമുക്ക് അത്യാവശ്യം ഫാൻസിയിലൊക്കെ പോയി വാങ്ങാൻ പറ്റിയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സുകളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് തുടക്കക്കാർക്ക് എന്ന് പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്താ പറയുക, മേക്കപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ നമ്മുടെ കയ്യിൽ വേണം എന്നൊക്കെ ഡൗട്ടായിരിക്കുന്ന ആളുകളും ഉണ്ടാവും. ഇതുവരെ മേക്കപ്പിനെ കുറിച്ച് യാതൊരു കാര്യവും അറിയാത്ത ആളുകളാണെങ്കിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് കണ്ടു നോക്കണം. ഓക്കെ, പിന്നെ ഇത്തരം മേക്കപ്പ് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ടത് ഒരു ഫേസ് ക്ലെൻസറാണ്, അല്ലെങ്കിൽ ഒരു ഫേസ് വാഷാണ് കേട്ടോ. അതായത് നമ്മൾ നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് അത് തുടച്ച് വൃത്തിയാക്കി നമ്മുടെ ഫേസ് നന്നായിട്ട് തുടച്ച് വെറ്റാക്കി വയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ മോയ്സ്ചറൈസ് ഇട്ട് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ വേണ്ട സാധനമാണ് ഫേസ് വാഷ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് കേട്ടോ. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫേസ് വാഷാണ്. ഇത് സിമ്പിളിൻ്റെ റീഫ്രഷിങ് ഫേഷ്യൽ വാഷ് എന്നാണ്. ഇത് എല്ലാ ആപ്പിലും കിട്ടും. പർപ്പിൾ, നൈക്ക അതിലൊക്കെ കിട്ടും, ടൈറൊക്കെ കിട്ടും. ഓക്കെ, ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ. ഇത് സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് കൂടെ പറ്റുന്നതാണ്. സോപ്പ് ഫ്രീ ആണ്. ഓക്കെ, നല്ലൊരു ഫേസ് വാഷാണ് കേട്ടോ. ഞാനിത് കുറേ നാളായി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ്. ഇപ്പം ഞാൻ അതിലും വിലക്കുറവിലൊരു ഫേസ് വാഷ് എനിക്ക് പുറത്ത് പോയപ്പം കിട്ടിയായിരുന്നു. ഞാനൊരു മാളിൽ പോയപ്പം സാധനം മേടിക്കാനായിട്ട് മാളിൽ പോയ സമയത്ത് കിട്ടിയായിരുന്നു. അപ്പം ഞാനൊന്ന് വാങ്ങിച്ചു നോക്കിയതാണ്. ഇത് ഹിമാലയയുടെ കേസർ ഗ്ലോ ഫേസ് വാഷാണ്. ഇതും നല്ലത് തന്നെയാണ് കേട്ടോ. ഇത് അഫോർഡബിൾ ആണ്, രണ്ടും അഫോർഡബിൾ തന്നെയാണ്. ഈ സിമ്പിളിൻ്റെ ഫേസ് വാഷിന് വരുന്നത് 385 രൂപയാണ്. എനിക്ക് അത്ര വിലയ്ക്കൊന്നുമല്ല കിട്ടിയിട്ടുള്ളത്. എനിക്ക് വളരെ വിലക്കുറവിലാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു സിമ്പിൾ ഫേസ് വാഷ് 230 270 അല്ല 250 രൂപയ്ക്ക് എങ്ങാനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല വിലക്കുറവിലാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതും അഫോർഡബിൾ തന്നെയാണ്. ഇത് 85 രൂപയാണ്. ഇത് അതിനകത്തൊന്നുമില്ല, ചെറുതാണ് കേട്ടോ, ഇത്തിരിയേ ഉള്ളൂ. ഇത് നമുക്ക് കുറച്ചെടുത്താൽ മതി, വളരെ കുറച്ചെടുത്താൽ മതി. ഇത് യൂസ് ചെയ്യുന്ന അത്രയും കൂടെ നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇച്ചിരി എടുത്താൽ മതി. ഓക്കെ, അപ്പം തന്നെ നമ്മുടെ ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇതായാലും നല്ലതാണ് കേട്ടോ. ഞാൻ ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക്. ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാരുണ്ടെങ്കിൽ അവർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് തന്നെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്യണം എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ അത് വാങ്ങിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. നല്ലൊരു ഫേസ് വാഷ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത് ഈ ഒരു സിമ്പിൾ ഫേസ് വാഷാണ്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ പ്ലമ്മിൻ്റെ ഈ ഇലുമിനൻസ് ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇത് ഡ്രൈ സ്കിന്നിന് അടിപൊളിയാണ്. ഇതിൻ്റെ മുമ്പ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ഡെർമാക്കോയുടെ മോയ്സ്ചറൈസർ ആയിരുന്നു. ഞാൻ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടത്. ഡെർമാക്കോയുടെയും അടിപൊളിയാണ്. ഇതിൽ സെറമൈഡൊക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് നമ്മുടെ ഡ്രൈ സ്കിന്നിന് നല്ലതാണ് സിറമൈഡ് പ്ലസ് എച്ച് എന്നുള്ളത്. അപ്പോൾ ഇത് സിറമൈഡ് പ്ലസ് എച്ച് ഇൻറ്റൻസ് ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ ആണ്. ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഫോർ ഡ്രൈ സ്കിൻ. ഓക്കെ, അപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ നന്നായിട്ട് റെക്കമെൻഡ് ചെയ്യും ഈ ഒരു ഡെർമാക്കോയുടെ. ഇത് 2-3 ബോട്ടിൽ ഉണ്ടായിരുന്നത്, മൂന്നാമത്തെ ബോട്ടിലാണ് കേട്ടോ, കഴിഞ്ഞു. ഞാൻ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ബോട്ടിലാണ്. ഓക്കെ, അപ്പം സിറമൈഡ് പ്ലസ് എച്ച് ഇൻറ്റൻസ് ഡെയിലി ഫേസ് മോയ്സ്ചറൈസർ ഡെർമാക്കോയുടെ ഡ്രൈ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോയ്സ്ചറൈസർ ആണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്കിത് ഇഷ്ടപ്പെടും. ഓക്കെ, പിന്നെ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നുകാർക്കാണ് കേട്ടോ. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് പറ്റിയിട്ടുള്ള 2 മോയ്സ്ചറൈസർ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഇത് രണ്ടും റെക്കമെൻഡ് ചെയ്യും. ഓക്കെ, ഇപ്പം ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്ലമ്മിൻ്റെ ഇലുമിനൻസ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ. അടിപൊളിയാണ്. ഓക്കെ, രണ്ടും അടിപൊളിയാണ്. ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ ഇതാണ് കേട്ടോ, മമ്മ എർത്തിൻ്റെ
വിറ്റമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ്. അടിപൊളിയാണ്. ഡ്രൈ സ്കിന്നിന് മാത്രമല്ല കേട്ടോ, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. പ്രത്യേകിച്ച് നോർമൽ ടു ഡ്രൈ സ്കിന്നിന് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ അതിന് ശേഷം ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ആദ്യം നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് ക്ലെൻസർ യൂസ് ചെയ്യുക. നന്നായിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വെറ്റാക്കി വെക്കുക. അതിനുശേഷം ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക. ശേഷം നമ്മളൊരു സൺസ്ക്രീനും കൂടെ ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്കിൻ കെയറിൻ്റെ 3 സ്റ്റെപ്പ്. ഓക്കെ, ഇത് നമ്മൾ മേക്കപ്പിൽ ഉൾപ്പെടുത്തില്ല, ഇത് സ്കിൻ കെയർ ആയിട്ട് വരും. ഓക്കെ, മോയ്സ്ചറൈസർ ഒന്നും തീരെ പറ്റുന്നില്ല എന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുകാരാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് ഏറ്റവും നന്നായിട്ട് യോജിക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ് നമ്മുടെ ഹിമാലയയുടെ ബേബി ക്രീം. ഓക്കെ, ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്ത ഒരു ക്രീമാണ് ഹിമാലയയുടെ ബേബി ക്രീം. ഇപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇടാറുള്ള ഒരു ക്രീമാണ് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിനൊന്നും ആവത്തില്ല, ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് മാർക്കറ്റിലൊക്കെ ചെറിയ ചെറിയ ഫാൻസി സ്റ്റോറുകളിലൊക്കെ ലഭിക്കുന്ന ഒരു ക്രീമാണ് ഹിമാലയയുടെ ബേബി ക്രീം. ഓക്കെ, അങ്ങനെ ഒന്ന് വാങ്ങിച്ചു വെച്ചോളൂ. ഓക്കെ, അപ്പം ഞാൻ ഈ കാണിച്ച 3 കാര്യങ്ങൾ, ഫേസ് ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ്, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ സ്കിൻ കെയറിലായിട്ടാണ് വരിക. ഓക്കെ, ഇനി ആണ് നമ്മൾ നമ്മുടെ മേക്കപ്പിലേക്ക് കടക്കുന്നത്. മേക്കപ്പിലേക്ക് കടക്കുമ്പം പ്രൈമർ ഉണ്ട്. പ്രൈമറിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ ബേസിക് മേക്കപ്പ് പ്രോഡക്റ്റിൽ പ്രൈമറിൻ്റെ ആവശ്യം വരുന്നില്ല. വലിയ ഓപ്പൺ പോൾസ് ഒക്കെ ഉള്ളവർ ആണെന്നുണ്ടെങ്കിലാണ് പ്രൈമറിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇവിടെ നമുക്ക് പ്രൈമറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? കൺസീലർ അല്ലെങ്കിൽ CC ക്രീം അല്ലെങ്കിൽ ഫൗണ്ടേഷൻ. അപ്പം ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിൽ ബേസിക് മേക്കപ്പ് പ്രോഡക്റ്റിൽ ഫൗണ്ടേഷൻ്റെ ആവശ്യവും വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ 4ാമത്തെ പ്രോഡക്റ്റ് ഇവിടെ വരുന്നത് കൺസീലർ അല്ലെങ്കിൽ CC ക്രീമാണ്. ഫൗണ്ടേഷൻ്റെ ആവശ്യമൊന്നും ഇവിടെ വരുന്നില്ല. കാരണം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്ന് പെട്ടെന്ന് നന്നായിട്ട് ഡാർക്ക് ആവാനുള്ള ഒരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ വെയിലൊക്കെ കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സ്കിന്നൊന്ന് ഡാർക്ക് ആവാനേ അത് ഹെൽപ്പ് ചെയ്യുള്ളൂ. അതിലും നല്ലത് നമ്മൾ കൺസീലർ എന്തെങ്കിലും അതുപോലെ CC ക്രീമോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ലാക്മിയുടെ CC ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ CC ക്രീമാണ്. ഞാനിത് മുന്നേ വാങ്ങിച്ചതാണ്, അതിന് ശേഷം വാങ്ങിച്ചതാണ് ഈ ഒരു CC ക്രീം. ഓക്കെ, CC ക്രീം എന്ന് പറയുമ്പം കുറച്ച് നിൽക്കുകയുള്ളൂ, എങ്കിലും അതേ നമുക്കൊരു നല്ലൊരു ഫിനിഷിങ് ലുക്ക് തരും. ഓക്കെ, പിന്നെ നമ്മൾ CC ക്രീമൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഫൗണ്ടേഷൻ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും, കൺസീലർ വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഷെയ്ഡിൻ്റെ ഒരു പടി ഷെയ്ഡ് കൂടുതൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ ഷെയ്ഡിൻ്റെ അതേ ഷെയ്ഡ് വാങ്ങിക്കാതെ ഒരു പടി ഷെയ്ഡ് കൂടുതൽ വാങ്ങിക്കുമ്പം ആ ഒരു നമ്മുടെ ഫേസ് ഒന്നൊന്ന് ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അല്ലാതെ നമ്മൾ ഒരു പടി താഴെയാണ് ഷെയ്ഡ് വാങ്ങുന്നത്, അതല്ലെങ്കിൽ നമ്മുടെ അതേ ഷെയ്ഡാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊന്ന് ഡാർക്കൺ ആവാനായിട്ടേ ഹെൽപ്പ് ചെയ്യുള്ളൂ. അതുകൊണ്ട് നമ്മളെപ്പോഴും CC ക്രീം, ഫൗണ്ടേഷൻ, കൺസീലറൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കളറിൻ്റെ, നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ഒരു പടി ഷെയ്ഡ് കൂടുതലുള്ളത് വാങ്ങിക്കുക. ഓക്കെ, ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഈ CC ക്രീം ആണ് യൂസ് ചെയ്യുന്നത്, കൺസീലർ ഒന്നുമല്ല കേട്ടോ. എനിക്ക് കൺസീലർ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ ജസ്റ്റ് CC ക്രീം ഇട്ടിട്ടാണ് പോവാറുള്ളത്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത്, അതായത് നമ്മുടെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് CC ക്രീമാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ മേക്കപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനം നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ. ഞാൻ മേടിച്ച അതേ സാധനം തന്നെ നിങ്ങൾ വാങ്ങി യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന CC ക്രീം ഉണ്ട്, പല ബ്രാൻഡിൻ്റെ CC ക്രീം ഉണ്ട്. ഞാൻ ലാക്മീൻ്റെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ഇവിടെ ഫാൻസി സ്റ്റോറിലൊക്കെ ലഭിക്കുന്നതാണ്. ഞാൻ ഇത് രണ്ടും മേടിച്ചത് ഫാൻസി സ്റ്റോറിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു CC ക്രീമാണ്. നമുക്ക് പെട്ടെന്നൊക്കെ മേക്കപ്പ് ചെയ്ത് പോകണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ CC ക്രീം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ അടുത്ത കാര്യം, അതായത് ഇപ്പം 4 കാര്യം പറഞ്ഞു. അപ്പോൾ 5ാമത്തെ കാര്യമായിട്ട് വരുന്നത് കോമ്പാക്റ്റ് പൗഡറാണ്. കോമ്പാക്റ്റ് പൗഡർ ഞാൻ മെബിലിയൻ്റെ കോമ്പാക്റ്റ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഇവിടെ കാണാനില്ല കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ബേബി പൗഡറാണ് കേട്ടോ. കുട്ടികൾ ഇടുന്ന പൗഡറാണ്, ഞാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലാതെ വേറെ പൗഡറൊന്നും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് പറ്റുന്ന ഏതാണോ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കോമ്പാക്റ്റ് പൗഡർ ഇഷ്ടമാണ്, നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ളത് വാങ്ങാനായിട്ടും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ സ്കിൻ ടോൺ അനുസരിച്ച് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യാറുള്ളത് ജസ്റ്റ് ഹിമാലയയുടെ ബേബി പൗഡറാണ് കേട്ടോ.
ഓക്കെ, അത് വാങ്ങി യൂസ് ചെയ്താലും മതി. പിന്നെ പൗഡർ പറ്റുന്നവരുണ്ടെങ്കിൽ പൗഡർ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ CC ക്രീം ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ, കൺസീലറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ തന്നെ ഒന്ന് അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി, ഒന്ന് സെറ്റാക്കി എടുക്കുക, അത്രേ ഉദ്ദേശമുള്ളൂ. അതായത് നമ്മൾ ഈ CC ക്രീം ഇട്ട് കഴിഞ്ഞാൽ, കൺസീലറോ CC ക്രീമോ ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു പൗഡർ വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളത് കൊണ്ട്. അപ്പം നിങ്ങൾക്ക് സാധാ പൗഡർ ആയാലും നോ പ്രോബ്ലം, നിങ്ങൾ യൂസ് ചെയ്യുന്ന പൗഡർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതല്ല എങ്കിൽ നിങ്ങൾക്കൊരു കോമ്പാക്റ്റ് പൗഡർ, നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ടുള്ളൊരു കോമ്പാക്റ്റ് പൗഡർ മേടിക്കാം. ഓക്കെ, ഞാൻ ഹിമാലയയുടെ ബേബി പൗഡറാണ് മിക്കവാറും യൂസ് ചെയ്യാറുള്ളത്. എപ്പോഴെങ്കിലും ആണ് ഞാൻ മെബ്ലിയൻ്റെ ഈ ഒരു കോമ്പാക്റ്റ് പൗഡർ യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് വന്നിട്ട് ഐബ്രോ പെൻസിലാണ്. ഞാൻ ഐബ്രോ പെൻസിൽ ആദ്യമൊക്കെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഫാൻസി സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ഐബ്രോ പെൻസിൽ ഭയങ്കര ഡാർക്കണാണ്. അപ്പം ഞാൻ അത് യൂസ് ചെയ്യുമ്പം എനിക്ക് ജസ്റ്റ് നമ്മൾ ഈ കഥകളിക്കൊക്കെ പോണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അത് യൂസ് ചെയ്യാറില്ല. ഞാനിപ്പം യൂസ് ചെയ്യുന്നത് നമ്മുടെ മാഴ്സിൻ്റെ ഐബ്രോ പാലറ്റിയാണ്. അത് അടിപൊളിയാണ്. ഞാൻ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ ഒരു പാലറ്റ് വാങ്ങി വയ്ക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടിയുള്ള പിരികളുള്ള ആളുകളാണെങ്കിൽ ബ്രൗൺ ഐബ്രോ പെൻസിൽ വാങ്ങി യൂസ് ചെയ്യുക. അതല്ല എന്നെപ്പോലെ നേർമ പിരിവാണ്, അതായത് കട്ടിയില്ലാത്ത ടൈപ്പ് പിരിവാണെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ കളർ ഐബ്രോ പെൻസിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒന്ന് കട്ടി തോന്നിക്കും. കട്ടിയുള്ള ആളുകൾ നല്ല കട്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് പിന്നെ യൂസ് ചെയ്യുമ്പോൾ ആകെ ബോറാവും. അപ്പോൾ അവരെപ്പോഴും സൂക്ഷിക്കേണ്ടത് കട്ടിയുള്ള പിരിവുള്ള ആളുകൾ, അതായത് കുറച്ച് കട്ടിയൊക്കെ തിക്കായിട്ടുള്ള ഐബ്രോസ് ഒക്കെ ഉള്ള ആളുകൾ ബ്രൗൺ കളർ ഐബ്രോ പെൻസിൽ വാങ്ങിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആറാമത്തെ കാര്യം ഐബ്രോ പെൻസിലാണ് കേട്ടോ. അതായത് നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഫേസ് കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എപ്പോഴും ഐബ്രോ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകുതി നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം യൂസ് ചെയ്യുന്ന ഐബ്രോ പാലറ്റ് ഇതാണ്, മാഴ്സിൻ്റെ ഐബ്രോ പാലറ്റിയാണ്. ഇതിൽ 4 കളേഴ്സ് ഉണ്ട്. ഗ്രേ കളർ ഉണ്ട്, ബ്ലാക്ക് കളർ ഉണ്ട്, ബ്രൗൺ ഉണ്ട്, അതിൻ്റെയും ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറും ഉണ്ട്. ഓക്കെ, ലൈറ്റ് ബ്രൗണും ഉണ്ട്, ഡാർക്ക് ബ്രൗണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐബ്രോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അടിപൊളിയാണ്, കണ്ണും ചിമ്മി മേടിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ 4 കളേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് തിക്കുള്ളവർക്കും, അതായത് ഐബ്രോസ് തിക്കായിട്ടുള്ള ആളുകൾക്കും തിക്ക് കുറഞ്ഞവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് ഇതിൽ ബ്രൗൺ ഷെയ്ഡും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രേ കളറും ബ്ലാക്ക് കളറും ഒക്കെ ഉണ്ട്. അപ്പം 4 കളേഴ്സായിട്ടാണ് വരുന്നത്. ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഗ്രേ കളറാണ് കേട്ടോ അധികവും. ഓക്കെ, പിന്നെ ഇതിൽ നിങ്ങൾ ഐബ്രോ പെൻസിലാണ് വാങ്ങിച്ച് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഐബ്രോ പെൻസിൽ വാങ്ങിക്കുമ്പം ബാക്കിൽ അതിൻ്റെ മറ്റേ ഭാഗത്ത് സ്പൂലി കൂടിയുള്ള ഐബ്രോ പെൻസിൽ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഐബ്രോ എഴുതി കഴിഞ്ഞാൽ ആ സ്പൂലി വെച്ച് നമുക്കൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഈ ഒരു പാലറ്റിയിൽ ഐബ്രോസ് എഴുതാനായിട്ടുള്ള ബ്രഷും അതുപോലെ തന്നെ സ്പൂലിയും ഒക്കെ ഉണ്ട്. ഓക്കെ, ഞാനിതാണ് യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ മേടിച്ച് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിക്കാം. ഓക്കെ, അതായത് നമ്മുടെ ഫേസിനൊരു ഡെഫിനിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ഐബ്രോസ് എപ്പോഴൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് വന്നിട്ട് ഐ മേക്കപ്പ് ആണല്ലേ. ഐ മേക്കപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐലൈനറാണ്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഐലൈനർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഡേയ്സിലറിൻ്റെ ഐലൈനറാണ് പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിതാണ് ഇഷ്ടം. പിന്നെ നന്നായിട്ട് ഈട് നിൽക്കുന്ന ഐലൈനറൊക്കെ ഉണ്ട് ഇപ്പം, പക്ഷേ എനിക്കത് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല. കണ്ണല്ലേ, അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ തേച്ച് മാച്ച് ഉരച്ച് കളയുമ്പോഴത്തേക്കും കണ്ണിന് വല്ലതും പറ്റും. അതിലും നല്ലത് നമുക്ക് പെട്ടെന്ന് മായ്ച്ച് കളയാൻ പറ്റിയിട്ടുള്ള ഐലൈനർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഡേയ്സിലറിൻ്റെ ഐലൈനർ തന്നെയാണ്. ഓക്കെ, അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് മേലെ ഭാഗത്ത് എഴുതി കൊടുക്കുക. എന്നിട്ട് വാല് ഇതുകൊണ്ട് തന്നെ ഇട്ട് കൊടുക്കും. എന്നിട്ട് താഴെ ഞാൻ എഴുതുക കാജൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ കയ്യിലൊരു കാജലും ഉണ്ട്. ഞാൻ കാജൽ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ മൈഗ്ലാമിൻ്റെ കാജലാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കാജൽ. നമ്മൾ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ലുക്ക് കിട്ടും. ഒരു പ്രാവശ്യം എഴുതുമ്പോൾ തന്നെ നല്ല ലുക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി, അപ്പോഴത്തേക്കും നല്ലൊരു ലുക്ക് ഉണ്ടാവും. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഈ ഒരു മൈഗ്ലാമിൻ്റെ കാജൽ കേട്ടോ. ഓക്കെ, ഈ ഒരു കാജലും അതുപോലെ ഈ ഒരു ഐലൈനറുമാണ് എൻ്റെ ഫേവറേറ്റ് ഐ മേക്കപ്പിൽ കേട്ടോ. പിന്നെ ഹിമാലയയുടെ കാജൽ ഞാൻ വീട്ടിലിരിക്കുമ്പോഴൊക്കെ എഴുതാറുണ്ട്. അതിവിടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല കേട്ടോ. ഓക്കെ, ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഹിമാലയയുടെ കാജലും അഫോർഡബിൾ ആണ്. അതല്ലാതെ ഡേയ്സിലറിൻ്റെ ഈ ഒരു ഐലൈനറും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ലഭിക്കും.
പുറത്തുള്ള ഫാൻസി സ്റ്റോറിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു മൈഗ്ലാം കാജൽ എനിക്ക് മൈഗ്ലാമിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. ഓക്കെ, ഇത് നല്ല റേറ്റ് ഉണ്ട്. ഓക്കെ, നല്ലൊരു കാജലാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെ, അതായത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് തന്നെ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഓക്കെ, പിന്നെ നമ്മുടെ ഐ മേക്കപ്പിൽ മൂന്നാമത്തെ സാധനമാണ് മസ്കാര കേട്ടോ. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ മസ്കാര കേട്ടോ. നല്ലൊരു പെർഫെക്ഷൻ കിട്ടും ഈ ഒരു മസ്കാര കൂടെ നമ്മൾ അതിൽ ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ, നമ്മുടെ കണ്ണിൽ ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഐലാഷസ് നല്ലൊരു തിക്കായിട്ടിരിക്കും. അപ്പം തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും നമ്മുടെ കണ്ണ് കാണാനായിട്ട്. മൊത്തത്തിൽ നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ ഈ ഒരു മസ്കാര യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അടിപൊളിയാണ്, നല്ല ലുക്ക് കിട്ടും. നമ്മുടെ ഐ മൊത്തത്തിൽ കാണാനൊരു ഭംഗി ഉണ്ടാവും. ഓക്കെ, നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ ഈ ഒരു മസ്കാര കൂടെ വാങ്ങിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് മാഴ്സിൻ്റെ മസ്കാരയാണ്. ഓക്കെ, ഇനി അതല്ല നിങ്ങൾക്ക് മസ്കാര വാങ്ങാൻ പറ്റുന്നില്ല, വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഡേസ്ലർ ഐലൈനർ വെച്ച് തന്നെ നമ്മുടെ ഐലാഷസ് ഒന്ന് ആ ഒരു ഡേസ്ലർ ഐലൈനറിൻ്റെ ആ ഒരു ബ്രഷ് കൊണ്ട് തന്നെ ഒന്ന് ഐലാഷസ് ഒന്ന് വിടർത്തി കൊടുത്താൽ മതി. ജസ്റ്റ് നമ്മൾ മസ്കാര ഇട്ട പോലെ തന്നെ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ അങ്ങനെ ചെയ്യാറുള്ളത്. ഈ മസ്കാരയൊന്നും യൂസ് ചെയ്യാനുള്ള നേരം കിട്ടിയെന്നൊന്നും വരത്തില്ല. ഇനി ഞാൻ പറഞ്ഞു വന്ന എന്താ വെച്ചാൽ, ഇതേപോലൊരു മസ്കാര കയ്യിലുള്ളത് നല്ലതാണ് എന്നാണ് കേട്ടോ. നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകണമെങ്കിലും നമ്മുടെ ഐലാഷസ് ജസ്റ്റ് ഒന്ന് തിക്കായിട്ടിരിക്കുമ്പം നമ്മുടെ ഐ എഴുതിയത് കാണാൻ മൊത്തത്തിലൊരു പെർഫെക്ഷൻ കിട്ടും. അതാണ് പറഞ്ഞത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ. ഇനി ഈ മസ്കാര ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡേസ്ലർ ഐലൈനറും അതുപോലെ ഒരു കാജലും മതി. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. മസ്കാര നല്ലൊരു മസ്കാരയാണ് മാഴ്സിൻ്റെ ഈ ഒരു മസ്കാര. ഓക്കെ, ഇനി നമ്മുടെ അവസാനത്തെ മേക്കപ്പ് എന്ന് പറയുന്നതാണ് ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇപ്പം എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന ആളുകളൊന്നും ഉണ്ടാവില്ല, ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവും. അത്തരം ആളുകൾക്ക് ഏറ്റവും നല്ലതാണ് ഈ ടിൻറ്റഡ് ലിപ് ബാം എന്ന് പറയുന്നത് കേട്ടോ. അതൊരെണ്ണം വാങ്ങിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. അതായത് ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ട് പോകാനൊന്നും താല്പര്യമില്ലാത്ത ആളുകളുണ്ടാവും, അതായത് ഓവർ മേക്കപ്പ് ആയിപ്പോയി എന്ന് തോന്നുന്ന ആളുകളുണ്ടാവും. അത്തരക്കാർക്ക് ഏറ്റവും നല്ലതാണ് ടിൻറ്റഡ് ലിപ് ബാം. അതായത് നിവിയയുടെ ഒക്കെ ടിൻറ്റഡ് ലിപ് ബാം ഉണ്ട്, അതുപോലെ ഗുഡ് വൈബ്സിൻ്റെ ടിൻറ്റഡ് ലിപ് ബാം ഉണ്ട്. അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതിൽ SPF ഉള്ളതുണ്ടെങ്കിൽ നല്ലതാണ്. നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പം SPF കൂടെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ലിപ്സിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ബാം ആണ് കേട്ടോ. ഗുഡ് വൈബ്സിൻ്റെ ചെറിയ ലിപ് ബാം ആണ്. വലിയ ടിൻറ്റഡ് എന്ന് പറയാനൊന്നും വയ്യ. ഓക്കെ, ഞാൻ പുറത്തേക്കൊക്കെ പോകുമ്പം ജസ്റ്റ് ഈ ഒരു ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. ഇപ്പം ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഇത്തരം ടിൻറ്റഡ് ലിപ് ബാംസ് നല്ലതാണ് കേട്ടോ. ഓക്കെ, പിന്നെ വന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇടുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന വേറൊന്നാണ് ലിപ്പ് ലൈനർ കേട്ടോ. എനിക്ക് ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഇടാൻ ഇഷ്ടം. അല്ലാതെ ലിപ്സ്റ്റിക് ഇടുമ്പം അവിടെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയ പോലെ തോന്നും. പക്ഷേ ലിപ്പ് ലൈൻ ചെയ്തിടുമ്പം നമുക്ക് ആ ഒരു ലിപ്പിന് ആ ഒരു പെർഫെക്ഷൻ കിട്ടും. നമ്മുടെ മൊത്തം മേക്കപ്പിനൊരു ലുക്ക് കിട്ടും, മൊത്തം നമ്മുടെ ഫേസിനൊരു ലുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷമാണ് ലിപ്സ്റ്റിക് ഇടാറുള്ളത്. ഓക്കെ, പിന്നെ എൻ്റെ ലിപ്സ്റ്റിക്ക് ഫേവറേറ്റ് എന്ന് പറയുന്നത് മൈഗ്ലാമിൻ്റെ പോസ് HD ലിപ്സ്റ്റിക് ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ബർഗുണ്ടിയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്കാണിത്, മൈഗ്ലാമിൻ്റെ ഈ ഒരു ഷെയ്ഡ് കേട്ടോ. സൂപ്പർ ഷെയ്ഡാണ്. ഓക്കെ, അടിപൊളി ഷെയ്ഡാണ്. ഞാനിതിൻ്റെ റിവ്യൂസൊക്കെ ചെയ്തിട്ടുണ്ട്. മൈഗ്ലാം പോസ് HD ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അടിപൊളി ലിപ്സ്റ്റിക്കാണ് എല്ലാം തന്നെ. നമ്മുടെ ലിപ്സ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ലിപ് ബാമിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്നെപ്പോലെ മാഴ്സിൻ്റെ ബ്ലഡ് ബാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്പ് ലൈനറാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഈ അടുത്ത് വാങ്ങിച്ചതാണ് കേട്ടോ പർപ്പിളിൽ നിന്ന്. ഇപ്പം യൂസ് ചെയ്യുന്ന ലിപ്പ് ലൈനർ ഇതാണ്, പിന്നെ ലിപ്സ്റ്റിക്ക് ഇതാണ്. ഓക്കെ, പിന്നെ ഞാനൊരു ലിപ്സ്റ്റിക്ക് കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. മാഴ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൂടെ കാണിക്കാം. എന്താ മാഴ്സിൻ്റെ ബോളിവുഡ് സർപ്രൈസ് എന്ന് പറഞ്ഞ ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഖൂബ്സൂരത് കുച്ചിപ്പിടിയും അടിപൊളി തന്നെയാണ് കേട്ടോ. എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണും ചേരുന്ന ലിപ്സ്റ്റിക്കാണ് ഈ രണ്ട് ലിപ്സ്റ്റിക്കും, ബോളിവുഡ് സർപ്രൈസും മാഴ്സിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പിടിയും. ഞാൻ രണ്ടും യൂസ് ചെയ്യലുണ്ട് ബ്ലഡ് ബാത്ത് ലിപ്പ് ലൈനർ വെച്ചിട്ട്. ഓക്കെ, അതുപോലെ ലിപ്സ്റ്റിക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നന്നായിട്ട് ചേരുന്ന ലിപ്സ്റ്റിക്കാണ്, എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണും നന്നായിട്ട് ചേരുന്ന ലിപ്സ്റ്റിക്കാണ് ബോളിവുഡ് സർപ്രൈസും ഖൂബ്സൂരത് കുച്ചിപ്പിടിയും. അതുപോലെ നമ്മുടെ മാഴ്സിൻ്റെ ഈ ഒരു പോസ് HD ബർഗുണ്ടി കളർ കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് ബ്രാൻഡാണോ അത് വാങ്ങിച്ച് യൂസ് ചെയ്യുക കേട്ടോ, നിങ്ങളുടെ സ്കിൻ ടോൺ അനുസരിച്ചിട്ട്. ഓക്കെ,
പിന്നെ ഒരുപാട് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് വാങ്ങാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അത്തരക്കാർ അവരുടെ എല്ലാ ഡ്രസ്സിനും മാച്ച് ആവുന്ന രീതിയിൽ ഒരു ന്യൂഡ് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചു വെക്കുക, എന്നിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തൃപ്തി ഉണ്ടാവും. എങ്കിൽ പുറത്ത് പോകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ആളുകൾക്ക് തോന്നത്തൂല. ഓക്കെ, അപ്പം നമുക്ക് എവറിഡേ ആയിട്ടും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ ബേസിക് ആയിട്ട് മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ വേണ്ട സാധനങ്ങൾ, അതായത് പ്രോഡക്റ്റുകൾ ഇത്രയുമാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിലേ ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി, ഞാൻ തീർച്ചയായും തിരിച്ച് റീപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.